മാലിന്യമുക്തം പദ്ധതി പ്രഖ്യാപനത്തോടെ അവസാനിക്കേണ്ടതല്ലെന്നും അത് തുടർ പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി. ശുചിത്വ സുന്ദര ഒറ്റപ്പാലം എന്ന ഹരിത കർമ്മസേന ശുചീകരണ തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജാനകി ദേവി. മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞത് പ്രഖ്യാപനത്തോടു കൂടി നിർത്തുകയല്ല, തുടർന്നും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആരും വലിച്ചെറിയരുത്. അതേപോലെ തന്നെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കരുത്. അത് പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗം കുറയ്ക്കുക. അത്തരം സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് വർക്കുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മൾ തുടർന്ന് പറഞ്ഞുകൊണ്ട് പോയാലാണ് ആളുകളുടെ ഉള്ളിൽ അതിനെപ്പറ്റി ബോധമുണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരുപാട് പ്രാവശ്യം വൃത്തിയാക്കുകയും പറയുകയും ചെയ്തിട്ടും നമുക്കൊരു 50% വരെയാണ് നമ്മുടെ മാലിന്യമുക്തം നമുക്ക് പ്രഖ്യാപിക്കാനതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഫൈന് ഗവൺമെന്റ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് 100% നമുക്കായത്. അപ്പോഴാണ് നമ്മളോട് എല്ലാവരും സഹകരിച്ച് നമ്മുടെ വീടുകളിൽ നിന്നും സ്കൂളിലെ കുട്ടികളടക്കം നമ്മുടെ വ്യാപാരികൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം നമുക്ക് ഇപ്പോഴല്ല, കുറെ കാലങ്ങൾക്ക് മുമ്പേ ഒറ്റപ്പാലത്തിൽ കൂടി നടന്ന് നമുക്ക് വരാൻ പറ്റിയത് മൂക്ക് പൊത്തണമായി. അതിന് ശേഷം തുടങ്ങിയ ഈ ഒറ്റപ്പാലം പദ്ധതി 2005 തുടങ്ങിയ 2005 മുന്നേ തുടങ്ങി 2005 നന്നായി ചെയ്ത് 2008, 2009 നമുക്ക് ഒറ്റപ്പാലം നഗരസഭയാണ് കേരളത്തിൽ തന്നെ 1ാം സ്ഥാനത്തെത്തിയത്. ഒറ്റപ്പാലം നഗരസഭയുടെ ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ അംഗങ്ങളായുള്ള ഹരിത കർമ്മസേനാംഗങ്ങളുടെയും ശുചീകരണ തൊഴിലാളികളുടെയും സംഗമമാണ് ഒറ്റപ്പാലം നഗരസഭയിൽ നടന്നത്. ഒറ്റപ്പാലം നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമത്തിന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത, പ്രോഗ്രാം ഓഫീസർമാരായ ഷെരീഫ്, അനന്തശിവ, സെക്രട്ടറി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ ആദരിച്ചു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.